ജനസംഖ്യാ വർധനവ് മലപ്പുറം ജില്ലയിലെ ഉമ്മമാർ പ്രസവിച്ചത് കൊണ്ട് മാത്രം അല്ല. ഏതുപോലെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ചൈനയായിരുന്നു, നമ്പർ 1. 2ാം സ്ഥാനത്ത് ഇന്ത്യയായിരുന്നു. അന്ന് എല്ലാവരും പറഞ്ഞ് 2036-37 ആകുമ്പോഴേക്ക് ഇന്ത്യ നമ്പർ 1 ആകുമെന്നാണ്. എന്നാൽ 2 വർഷം മുമ്പ് ഇന്ത്യ ചൈനയേക്കാൾ നമ്പർ 1 പോപ്പുലേഷനായി മാറി. ഇത് ഇന്ത്യയിൽ പ്രസവിച്ച് പെരുകിയത് കൊണ്ടല്ല, മറിച്ച് ചൈനയിൽ ജനറേറ്റ് കുറഞ്ഞത് കൊണ്ടാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, മലപ്പുറത്തിൻ്റെ സൗഹാർദ്ദവും മലപ്പുറത്തിൻ്റെ സാഹോദര്യവും ഒത്തൊരുമയും. അതിന് വ്യക്തമായ തെളിവാണ് മലപ്പുറത്ത് കാണുന്ന ഈ എല്ലാ വിഭാഗം ആളുകളെയും. ഇന്ന് ഈ നഗര് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല തങ്ങളുടെ പേരിലാണ്. എന്നാൽ അതേ സമയത്ത് തന്നെയാണ് ഇവിടെ അധ്യാത്മരായണം രചിച്ച മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ. ഈ നഗര് തുഞ്ചത്തെഴുത്തച്ഛൻ നഗരാണ്. എന്നാൽ ഈ കാണുന്നത് മഖ്ദൂമുമാരുടെ ചിഹ്നങ്ങളാണ്. ഈ കാണുന്ന സ്പീക്കിംഗ് സ്റ്റാൻഡ് മഖ്ദൂമുമാർ രചിച്ച സ്പീക്കിംഗ് സ്റ്റാൻഡാണ്. ഈ നഗറ് ഞങ്ങൾ പേരിട്ടത് മഹാനായ സമസ്തകളുടെ ജമിയത്തുലമായുടെ ദീർഘകാലം പ്രസിഡന്റായിരുന്ന മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ്, അതുപോലെ മങ്ങാട്ടച്ചനും കുഞ്ഞായും മുസ്ലിയാരും നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ മമ്പുറം തങ്ങളും കോന്തുന്നായും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാം. മഗ്രിബിൻ്റെ വാങ്ക് വിളിക്കുന്ന സമയത്ത് എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കുന്നത്, അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹയ്യ അല സ്വലാ പള്ളിയിലേക്കുള്ള വരവാണെങ്കിൽ, അതേ സ്ഥാനത്ത് ഹൈന്ദവ സഹോദരങ്ങൾക്ക് സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കാനുള്ള സന്ദേശമാണ്. ഈ സാഹോദര്യം മലപ്പുറത്തിൻ്റെ പൈതൃകം, പാരമ്പര്യം മനുഷ്യർക്കൊപ്പമാണ്. പക്ഷേ മലപ്പുറത്തിന് കിട്ടേണ്ടത് അത് പുനർവിഭജനത്തിലാവാം, പുനഃക്രമീകരണത്തിലാവാം, എന്തെങ്കിലും സംവിധാനത്തിലാവാം. ഒരു കാര്യം സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ അവസാനമായി ജില്ല നിലവിൽ വന്നത് 1980, 82, 84. 80-ൽ വയനാട് ജില്ല വന്നു, 82-ൽ പത്തനംതിട്ട ജില്ല വന്നു, കാസർഗോഡ് 1984-ൽ വന്നു. ഈ 41 കൊല്ലങ്ങൾക്ക് ശേഷം കേരളത്തിൽ